ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ നമ്മുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാണ് കുറച്ച് ചെണ്ടുമല്ലി തൈകൾ വാങ്ങിച്ച് നട്ടതാണ്. അപ്പോൾ ഒരുപാട് നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമാണ് ഈ ചെണ്ടുമല്ലി ചെടികൾ നടണമെന്നുള്ളത്. അങ്ങനെ നട്ടു, വിളവെടുക്കാൻ സമയമായി. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ വിചാരിച്ചു എനിക്ക് അമ്പലത്തിൽ കൊടുക്കുക. അങ്ങനെ കുടുംബക്ഷേത്രത്തിൽ പോകാനായിട്ട് രാവിലെ എടുത്തപ്പോൾ ഞാനും മോളും ഉണ്ട്, അൻവികയും ഉണ്ട്, അനേയും ഉണ്ട്. അപ്പോൾ മൂത്ത ആൾ മൊബൈൽ പിടിക്കുകയാണ്, ഇളയാളുടെ കയ്യിൽ ഞാൻ പൂക്കളൊക്കെ പറിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ഉള്ളത് കുറച്ച് ആയിട്ടുള്ളായിരുന്നു അന്ന് നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് പൂക്കളെടുത്തു. അതുപോലെ പിന്നെ കുറച്ച് പാകമായ പൂക്കളെല്ലാം കൂടി ഞാൻ കട്ട് ചെയ്ത് അടുത്തൊരു ഹോൾസെയിൽ ഷോപ്പിലേക്ക് കൊടുത്തു. അപ്പം കുറച്ചുണ്ടായിരുന്നു, 3-3.5 കിലോയോളം പൂക്കൾ കൊടുക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ 2 നിറത്തിലെ ചെണ്ടുമല്ലിയാണ് നട്ടത്, മഞ്ഞയും ഓറഞ്ചും ആണ്. അപ്പോൾ മഞ്ഞ പൂക്കൾക്ക് നല്ല വലിപ്പം ഉണ്ടായി, ഓറഞ്ച് പൂക്കൾ അത്ര വലിപ്പം ഉണ്ടായില്ലെങ്കിലും നല്ല പൂക്കൾ തന്നെയാണ് കിട്ടിയത്. അപ്പോൾ മുകളിൽ ഒരു 100-120 ഗ്രോ ബാഗിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മുടെ കറുത്ത ഗ്രോ ബാഗാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു വർഷം കുറച്ച് ദിവസം കഴിയുമ്പോൾ പോകുമല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് വാങ്ങിച്ചത്. അടിവളമായിട്ട് ചാണകപ്പൊടിയും പിന്നെ വേപ്പിൻ പിണ്ണാക്കും കൊടുത്തു. മണലും ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്കും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞ് പ്രൂൺ ചെയ്യുന്ന സമയമായപ്പോഴത്തേക്ക് കുറച്ചുകൂടി മണ്ണ് ഇത്രയും മിക്സ് ചെയ്തിട്ട്, അതായത് ഈ വളങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്ത് ഈ ചെടികൾക്ക് കുറച്ചുകൂടി ഇട്ട് കൊടുത്തു. പോരാത്തതിന് NPK കൊടുത്തായിരുന്നു പൂക്കൾ ഉണ്ടാവാനായിട്ട്. കാരണം എനിക്കുള്ളത് കുറച്ച്, എൻ്റെ കൂടെ ഫ്രണ്ട്സൊക്കെ നട്ടത് അവർക്ക് മൊട്ട് വന്നിട്ട് എനിക്കുള്ള വന്നില്ലായിരുന്നു മൊട്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് NPKയുടെ വളം കൊടുത്തു. ഇത്രയാണ് ചെയ്തത്. കൂടുതലായിട്ട് കൊടുത്തത് NPKയും പിന്നെ പോരാത്തതിന് പച്ച ചാണകം വെള്ളത്തിൽ കലക്കിയിട്ട് ഞാനത് ഡൈല്യൂട്ട് ചെയ്ത് എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കുമായിരുന്നു. ഒരു 3 ദിവസത്തിന് ഒഴിക്കലൊക്കെ അങ്ങനെ ചെയ്തു കൊടുത്തു. അപ്പോൾ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നു വന്നു. അപ്പോൾ ഇതിനൊരു 100-120 ഗ്രോ ബാഗും പിന്നെ ഓൾറെഡി എനിക്ക് നേരത്തെ ചെടിച്ചട്ടികൾ ഉള്ളതുകൊണ്ട് അതിനകത്തൊരു 10-20 ചെടിച്ചട്ടിയിലും കൂടിയാണ് ഞാൻ ഈ ചെടികളെല്ലാം കൂടി നട്ടത്. പിന്നെ ബാക്കി വന്നത് തറയിൽ നട്ടു. തറയിൽ നടാൻ അധികം സ്ഥലമില്ല, മരങ്ങളുടെ ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ വലിയ പൂക്കളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് എന്തായാലും ഭയങ്കര സന്തോഷമായി. കുടുംബശ്രീ വഴി പൂവനിത എന്തോ സ്കീമിലാണ് എനിക്ക് ഈ ഒരു 150 തൈകൾ 280 രൂപയ്ക്ക് കിട്ടിയത്. അപ്പോൾ അത് ചെയ്തിട്ടാണ് ഈ ഒരു ടെറസിൽ ഞാൻ ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് വിളവെടുപ്പാണ്. നല്ല വലിപ്പമുള്ള പൂക്കൾ തന്നെ ഉണ്ടായി കിട്ടി, ഹൈബ്രിഡ് തൈകളായതുകൊണ്ട് തന്നെ. അപ്പോൾ അടുത്ത വർഷം ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഗാർഡനിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.